യിലേക്ക് വളരുന്ന കൊച്ചിയുടെ ഹൃദയത്തിൽ ആധുനിക ശൈലിയുടെ കയ്യൊപ്പായി മാറിയ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പടയാട്ടിൽ ഒപ്റ്റിക്കൽസ് ഉടമ വിൽസനും അദ്ദേഹത്തിന്റെ ഭാര്യ ഷിജയുമാണ്. ഫ്ളാറ്റ് റൂഫിന്റെ അനന്തമായ സാധ്യതകളെ സ്ഥലപരിമിതികളെ മറികടന്ന് സാധ്യമാക്കി തീർത്തിരിക്കുന്നത് ഡിസൈനറായ ദീപകുമാറാണ്. ഈ വീട് ഡിസൈൻ ചെയ്യണമെന്നാവശ്യമായി വിൽസൺ സാർ എന്നെ സമീപിക്കുമ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്ത എറണാകുളം ടൗണിലെ പ്രൈം ലൊക്കേഷനിൽ ഒരു 6 സെന്റ് സ്ഥലമായിരുന്നു. ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഡ്രോബാക്ക് ഇത് വിട്ട് കുറഞ്ഞ് ലെങ്തി ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് എന്നുള്ളതാണ്. കൂടാതെ 2 വശവും റോഡാണ്. കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് ഇതിൽ മിനിമം സെറ്റ് ബാക്ക്, മാക്സിമം ഏരിയ ഓഫ് കവറേജ്, കൂടാതെ ക്ലയൻറ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈൻ ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചോളം ചാലഞ്ചിങ് ആയ ഒരു ദൗത്യമായിരുന്നു. ഡിസൈൻ ടൈലുകൾ നിരത്തിയ മുറ്റത്തോട് ഇഴചേർന്ന് നിൽക്കുന്നുണ്ട് കാർ പോർച്ച്. 2 വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കാർ പോർച്ചിന്റെ ഡിസൈനിങ്. കാർ പോർച്ചിന്റെ ഭിത്തിക്ക് എടുപ്പ് നൽകുന്നുണ്ട് നീലൻ ജനാല. ഫ്രണ്ട് സിറ്റ് ഔട്ടിനെ മികവുറ്റതാക്കുന്നത് ഒരു വശത്തെ ഭിത്തിയെ പൂർണ്ണമായും ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റോൺ ക്ലാഡിംഗ് ആണ്. നാച്ചുറൽ സ്റ്റോണിന്റെ സ്വാഭാവികത ഫ്രണ്ട് സിറ്റ് ഔട്ടിന് കുലീനഭാവം പകർന്നു നൽകുന്നു. ഷെറ ബോർഡ് കൊണ്ട് പർഗോള ബീമുകൾ ഒരുക്കിയാണ് ഫ്രണ്ട് സിറ്റ് ഔട്ടിന്റെ റൂഫ് ആകർഷകമാക്കിയിരിക്കുന്നത്. ഫ്രണ്ട് സിറ്റ് ഔട്ടിന് പുതുമ നൽകുന്ന ഷൂറാക്കിന്റെ രൂപകൽപ്പനയിലും ആധുനിക മുഖം വ്യക്തമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സാന്നിധ്യം കൂടി നൽകിയാണ് ഷൂറാക്കിന് ആഢ്യത്വം പകർന്നിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ രൂപമാറ്റങ്ങളോട് വീടിനുള്ള ഭ്രമം വ്യക്തമാകുന്നതും ഇവിടെ നിന്നാണ്. മിനിമലിസത്തിന്റെ മനോഹാരിത നിറഞ്ഞ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇപ്പോൾ ഒരു വാതിലിന്റെ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ആ വാതിലിൽ മുട്ടിയുണർത്തുന്നത് നമ്മുടെ ഹൃദയതാളമാണ്. വീടിന്റെ അകത്തളങ്ങളിൽ നിറയുന്ന മിനിമലിസം തന്നെയാണ് പ്രധാന വാതിലിന്റെ ഡിസൈനിങ്ങിലും പ്രതിഫലിക്കുന്നത്. പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 വഴികളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരിക. ഒന്ന് ഡൈനിങ് ഏരിയയിലേക്കും മറ്റൊന്ന് ഫോർമൽ ലിവിംഗിലേക്കും. കാർപോർച്ചിന്റെ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ജനാല അകത്തളത്തിലെ പ്രകാശ സ്രോതസ്സായി മാറുന്ന കാഴ്ചയാണ് ലിവിംഗിൽ നമുക്ക് കാണാൻ കഴിയുക. സ്പേസ് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ലിവിംഗിലെ സോഫ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചതുരാകൃതിയിൽ 3 തട്ടുകളായി ചലിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് ടീപോയ് ഒരുക്കിയിട്ടുള്ളത്. സോഫ സെറ്റിന്റെ ഒരു കോർണറിലായി കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ഷെൽഫ് ആകൃതി കൊണ്ട് നമ്മുടെ മനസ്സ് കവരും. ലിവിംഗിന്റെ ഒരു ഭിത്തി പൂർണ്ണമായും വാൾപേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്താണ് സ്റ്റാൻഡുകളും ചെറിയ നീഷുകളും ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ കോർണറിലായി മറ്റൊരു ഗ്ലാസ് ഷെൽഫ് കൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കോവിംഗ് ആകൃതിയിൽ ഫോൾ സീലിംഗ് കൊടുത്താണ് ലിവിംഗിനെ മനോഹരമാക്കിയിരിക്കുന്നത്. കോവിംഗ് ആകൃതി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അകത്തളങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ഫോൾ സീലിംഗിലെ കോവിംഗ് ഡിസൈനിങ്ങിന് സമാനമായ വേർതിരിവ് തറയുടെ ഡിസൈനിങ്ങിലും കൊടുത്തിട്ടുണ്ട്. വെട്രിഫൈഡ് ടൈലിനെയും ലിവിംഗിലെ മാറ്റ് ഫിനിഷ് വുഡൻ പാനലിംഗിനെയും വേർതിരിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ വീടിൻ്റെ എലിവേഷൻ ട്രഡീഷണൽ സ്ലോപ്പ് റൂഫ് പൂർണ്ണമായി ഒഴിവാക്കി എന്നാൽ കേരള കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലുള്ള ഷെയ്ഡും ഡ്രോപ്പും നൽകിയാണ് ഇത് ഭംഗിയാക്കിയിരിക്കുന്നത്. കൂടാതെ ഡിസൈനിങ് ടൈമിൽ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഡ്രോയിങ്ങും ഡൈനിങ്ങും മാക്സിമം സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഡ്രോയിങ്ങിൽ നിന്നും ബാക്കിയുള്ള ബെഡ്റൂംസിലേക്കോ കോമൺ ഏരിയയിലേക്കോ ഉള്ള എൻട്രി പൂർണ്ണമായി ഒഴിവാക്കി ഡ്രോയിങ് റൂം തീർത്തും പ്രൈവസിയാക്കി എടുത്തിരിക്കുന്നു. എൻ്റെ വീടിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. വീണ്ടും സ്വാഗതം എൻ്റെ വീടിലേക്ക്. ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നിന്നും വരുന്ന വെട്രിഫൈഡ് ടൈൽ വളഞ്ഞൊഴുകുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഇവിടെ നിന്നാണ് അടുക്കളയിലേക്കും ഗസ്റ്റ് ബെഡ്റൂമിലേക്കും മുകൾ നിലയിലേക്കുമെല്ലാം പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കവർന്നെടുക്കുക സ്റ്റെയിൻലെസ് സ്റ്റീൽ റൂപ്പിൽ ഘടിപ്പിച്ച ഗ്ലാസ് നീഷുകളാണ്. അനുബന്ധമായി വരുന്ന തടിയുടെ ഭാവവിസ്മയമാണ് ഗ്ലാസ് നീഷുകൾക്ക് കൂടുതൽ മനോഹാരിത നൽകുന്നത്. ടെക്സ്ചർ വർക്ക് ചെയ്ത ഭിത്തികൾക്ക് പുറമെ ഗ്ലാസ് നീഷുകളുടെ പ്രാധാന്യം കൂട്ടാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേബിൾസും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 6 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ഡൈനിങ് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളിലേക്ക് നീണ്ടു കിടക്കുന്ന ലൈറ്റിലുമുണ്ട് ഒരു പുതുമ. ഫ്രണ്ട് ടെലിവിഷന്റെ ഭാഗമായ നീളൻ ജനാലകളാണ് ഡൈനിങ്ങിലേക്ക് പ്രകാശത്തെ എതിരേറ്റ് കൊണ്ടുവരുന്നത്. ക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴത്തിന്റെ ചിത്രം തൂക്കിയ ഡൈനിങ്ങിന്റെ ഒരു വശത്തായാണ് ക്രോക്കറി ഷെൽഫ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കൂടി ഉൾപ്പെടുത്തിയാണ് ക്രോക്കറി ഷെൽഫ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർകേസിന്റെ താഴെ ഭാഗത്തായാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്.
സ്റ്റോൺ ഫിനിഷുള്ള വെനീർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇരിപ്പിടം ഡൈനിംഗ് റൂമിന് പ്രത്യേക വ്യക്തിത്വം പകർന്നു നൽകുന്നു. സ്റ്റെയർകേസിന്റെ അല്പഭാഗം കോവിംഗ് ആകൃതിയിൽ ഡിസൈൻ ചെയ്ത് വൈറ്റ് പേബിൾസ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സെൻസറോട് കൂടിയ ടാപ്പും വേസ്റ്റ് ബിന്നുമെല്ലാം വാഷ് ബേസിൻ ഏരിയയ്ക്ക് ഒരു മാന്ത്രിക ലോകത്തിന്റെ പരിവേഷം നൽകുന്നു. നിറങ്ങളുടെ മേളനവും രുചികളുടെ മേളനവും ഒത്തുചേരുന്ന ഇടമാണ് ഈ വീട്ടിലെ അടുക്കള. സൂര്യപ്രകാശത്തിൽ തട്ടിവിരിയുന്ന സ്വപ്നങ്ങൾ നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് രുചികളുടെ മാമ്പഴക്കാലത്തിലേക്കാണ്. ഗ്ലാസിൽ ഡിസൈൻ ചെയ്ത വാതിൽ തുറന്നുവേണം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അടുക്കളയിൽ എത്തിച്ചേരാൻ. ബ്ലാക്ക്, യെല്ലോ, ഗ്രീൻ തുടങ്ങിയ നിറങ്ങളുടെ സമന്വയത്തിലൂടെയാണ് അടുക്കളയുടെ തീം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനായി മൾട്ടിവുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന്റെ ഭാഗമായി വരുന്ന രീതിയിലാണ് പാൻട്രി ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പിന് മുകളിലായി വരുന്ന ഭിത്തിയിൽ മാറ്റ് ഫിനിഷ് ഫ്ലോർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനു പുറമെ ടൈലിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബീഡിംഗ് കൂടി നൽകിയിരിക്കുന്നത് അടുക്കളയുടെ ഭംഗി ഇരട്ടിയാക്കുന്നു. ഫ്രിഡ്ജിനോട് ചേർന്ന് വലിയ ടോൾ യൂണിറ്റും കൊടുത്തിരിക്കുന്നതും അടുക്കളയുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. മൾട്ടിവുഡ് മാജിക് തന്നെയാണ് അടുക്കളയുടെ ഡിസൈനിങ്ങിനെ പ്രിയങ്കരമാക്കി തീർക്കുന്നത്. അടുക്കളയിൽ നിന്നും പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്നാണ് ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. നീലൻ ജനാലകൾ വെളിച്ചം വിതയ്ക്കുന്ന അതിഥി മുറിയുടെ കട്ടിലിനോട് ചേർന്നാണ് ബെഡ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത്. സ്ലൈഡിംഗ് വാർഡ്രോബുകൾ ഗസ്റ്റ് ബെഡ്റൂമിനെ കൂടുതൽ സൗകര്യപ്രദമാക്കി തീർക്കുന്നുണ്ട്. ഇതിനു പുറമെ എച്ചിംഗ് വർക്ക് ചെയ്ത ഗ്ലാസ് വാതിലോട് കൂടിയ ബാത്റൂം അതിഥി മുറിയുടെ ഭാഗമാണ്. മാസ്റ്റർ ബെഡ്റൂമും ഫാമിലി ലിവിംഗ് റൂമും എല്ലാം നമ്മളെ കാത്തിരിക്കുന്നത് മുകൾ നിലയിലാണ്. അതുകൊണ്ട് മുകൾ നിലയിലേക്ക് മാത്രമല്ല, വീടിന്റെ ആത്മാവിലേക്കും കൂടിയുള്ളതാണ് ഇവിടത്തെ സ്റ്റെയർകേസ്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കത്തിൽ നിന്നാണ് സ്റ്റെയർകേസ് ആരംഭിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളിൽ ഗ്ലാസ് കട്ടിംഗ്സ് നൽകിയാണ് സ്റ്റെയർകേസിനെ ആകർഷണീയമാക്കിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈൽ വിരിച്ച സ്റ്റെപ്പുകൾ കയറുമ്പോൾ നമ്മെ ആകർഷിക്കുക ഭിത്തിയിലെ ജനാലകളുടെ ക്രമീകരണമായിരിക്കും. നമുക്കൊപ്പം ജനാലകളും പടികയറി വരുന്ന അനുഭവം ഏറെ ഹൃദയഹാരിയാണ്. സ്റ്റെയർകേസ് അവസാനിക്കുന്നത് മുകൾ നിലയിലെ ഫാമിലി ലിവിംഗിലാണ്. കോവിംഗ് സ്റ്റൈലിൽ ഫോൾസ് സീലിംഗ് ചെയ്ത ഫാമിലി ലിവിംഗിന്റെ തറയിലും ഇതിന്റെ പിന്തുടർച്ച കാണാൻ കഴിയും. ടൈലും തടിയും തമ്മിലുള്ള വേർതിരിവിലൂടെയാണ് ഇത് പ്രകടമാകുന്നത്. വാൾപേപ്പർ മാജിക് പ്രകടമായിരിക്കുന്ന ഭിത്തിയിലാണ് ടിവിക്ക് ഇടം കണ്ടിട്ടുള്ളത്. കൂടാതെ ഷെറ പാനൽ ഉപയോഗിച്ചാണ് ഇതിന് വുഡൻ ഫീൽ നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കും മാസ്റ്റർ ബെഡ്റൂമിലേക്കും 2 കിഡ്സ് ബെഡ്റൂമിലേക്കുമെല്ലാം പ്രവേശനം തീർത്തിട്ടുള്ളത്. അല്പം ഉൾവലിഞ്ഞ നിലയിലാണ് മാസ്റ്റർ ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള പ്രവേശന വഴിയിലാണ് അറ്റാച്ച് ബാത്റൂമിന്റെ സ്ഥാനം. എച്ചിംഗ് വർക്ക് ചെയ്ത ഗ്ലാസ് ഉപയോഗിച്ചാണ് ബാത്റൂമിന് വാതിൽ കൊടുത്തിരിക്കുന്നത്. സമചതുരാകൃതിയിൽ കൊടുത്തിരിക്കുന്ന ഫോൾ സീലിംഗ് ആണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ മുഖ്യ ആകർഷണം. LED ലൈറ്റുകൾ കൊടുത്താണ് ഫോൾ സീലിംഗിനെ മനോഹരമാക്കിയിട്ടുള്ളത്. മഞ്ഞ കേർട്ടനിട്ട ജനാലകൾ കിടപ്പറയിൽ ഒരുക്കിയിരിക്കുന്നത് മായിക ഭാവമാണ്. കട്ടിലിന്റെ ഒരു വശത്തായി കൊടുത്തിരിക്കുന്ന സ്ലൈഡിംഗ് വാർഡ്രോബിന്റെ ഭാഗമായാണ് ഡ്രസ്സിംഗ് മിററും കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിന് പുറമെ 2 കിഡ്സ് ബെഡ്റൂമുകളാണ് മുകൾ നിലയിലുള്ളത്. 2 വ്യത്യസ്തമാർന്ന ശൈലികളെയാണ് കിഡ്സ് ബെഡ്റൂമുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. നീല, വെള്ള തുടങ്ങിയ നിറങ്ങളുടെ സമന്വയമാണ് ഒരു കിഡ്സ് ബെഡ്റൂമിനെ ആകർഷകമാക്കുന്നത്. കട്ടിലിന്റെ ഹെഡ്ബോർഡിലും വാർഡ്രോബിലുമെല്ലാം ഇതിന്റെ പ്രതിഫലനങ്ങൾ കാണാം. മൾട്ടിവുഡാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. കിഡ്സ് ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച് ബാത്റൂം സംവിധാനവും കൊടുത്തിട്ടുണ്ട്. തടിയുടെ വശ്യത പ്രകടമാക്കുന്നതാണ് രണ്ടാമത്തെ കിഡ്സ് ബെഡ്റൂം. മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ കവരുക തീം ബേസ്ഡ് ഫ്ലവർ വേസ് ആണ്. അതിനോടിണങ്ങിയാണ് വാർഡ്രോബിന്റെ സ്ഥാനം. അവിടെ നിന്നും അല്പം കൂടി ഉൾവലിഞ്ഞാണ് സ്റ്റഡി ഏരിയ. ഈ കിഡ്സ് ബെഡ്റൂമിനും അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലോട്ടിൽ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി റോഡിനോട് ചേർന്നുള്ള ചെറിയ പ്ലോട്ടിൽ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഫ്ലോർ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അതിലൊരു പോർഷന് ഫ്രീ ആക്കി ഓപ്പൺ ടെറസായിട്ട് നൽകുകയാണെങ്കിൽ ടോട്ടൽ എലിവേഷൻ അപ്പിയറൻസ് കൂടുന്നതായി കാണാൻ പറ്റും. ഒരു വീട് സ്വപ്ന തുല്യമായി തീരുന്നത് വീടിന്റെ ആത്മാവിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ വരച്ചു ചേർക്കുമ്പോഴാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് രൂപങ്ങൾ നൽകിയാണ് ഓരോ ഡിസൈനറും നമ്മുടെ ഹൃദയം കീഴടക്കുന്നത്. ഇഷ്ടങ്ങളെ